കിച്ചൺ മേക്ക് ഓവർ വീഡിയോയ്ക്ക് ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയതുകൊണ്ട് തന്നെ മീഷോയിൽ നിന്ന് വീണ്ടും റാൻഡം പിക്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അത് മാത്രമല്ല കുറച്ച് ടിപ്സും കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ ഞാനിവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ബേബീസിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. കുട്ടികളൊക്കെ എപ്പോഴും ഫർണിച്ചറിൻ്റെ അവിടെ തട്ടിയിട്ട് മുറിഞ്ഞു പോവാതിരിക്കാനുള്ള ഒരു കോർണർ പ്രൊട്ടക്ടറാണ് കേട്ടോ. ഈ ഷാർപ്പ് എഡ്ജ് ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് ഈ സ്റ്റിക്കർ കീറിയിട്ട് അങ്ങ് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബേബീസ് വീണ് കഴിഞ്ഞാലും അവർക്ക് ഒരുപാട് വേദനിക്കത്തോ പൊട്ടത്തോ ഒന്നുമില്ല. 158 റുപ്പീസിന് എനിക്ക് 16 പീസാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അടുത്തായിട്ട് ഞാനിവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ട്രെയിനറാണ്, മൾട്ടി കളർ സ്ട്രെയിനർ. ഇത് 72 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റൈസൊക്കെ കഴുകുന്ന സമയത്ത് ആരിയൊക്കെ തുളുമ്പി പുറത്തു പോവില്ലേ, ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകത്തില്ല. കാരണം ഇതിൻ്റെ ഹോൾസൊക്കെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഈ ഒരു വലിപ്പം കണ്ടില്ലേ, ആ ഒരു റേഞ്ചുള്ള 2 kg ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കഴുകാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തായിട്ട് ഞാനിവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ അടിയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. ഈ ഒരു ആൻറ്റി വൈബ്രേഷൻ ഫീറ്റ് പാഡ് ഞാൻ 37 രൂപയ്ക്കാണ് 4 എണ്ണം നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്കത് നല്ല വേർത്തായിട്ട് തോന്നിയിട്ടുള്ളത് മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അടുത്തായിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകുന്നത് നൈഫിൻ്റെ സെറ്റാണ്. ഇതൊരു 3 കളർ മൾട്ടി കളറായിട്ട് വരുന്ന നൈഫ് സെറ്റാണ്. നല്ല ഷാർപ്പാണ് കേട്ടോ. അത് കാണുന്ന പോലെ നമ്മളിപ്പോൾ അബ്രോഡിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഒരു പൊതുവെ ഷാർപ്നെസ് കുറവായിരിക്കും, പക്ഷേ ഇത് നല്ല ഷാർപ്പാണ്. പിന്നെ എഡ്ജൊക്കെ നല്ല പോയിൻറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു 3 എണ്ണം വരുന്ന സെറ്റിന് 151 രൂപയ്ക്കാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അടുത്തായിട്ട് നമുക്ക് ബാത്റൂമിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് ഇപ്പോൾ സ്ക്രൂ ഒന്നും ചെയ്യാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണേ. ഈ ഒരു മൾട്ടി പർപ്പസ് സ്റ്റാൻഡ് വരുന്നത് വൈറ്റ് കളറിലാണ്. 137 റുപ്പീസിനാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പീൽ ചെയ്തിട്ട് ബാത്റൂമിൻ്റെ വാളിൽ സ്റ്റിക്ക് ചെയ്യുന്നതാണ്. ഇത് ടൈൽ ഉള്ള പോലത്തെ സ്ഥലങ്ങളിൽ അവിടെ മാത്രമേ നമുക്കിത് സ്റ്റിക്കായിട്ട് നന്നായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങളും ഇതിൽ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് ഈ ഒരു സ്പോഞ്ചിൻ്റെ സെറ്റാണ്. ഈ ഒരു ഡിഷ് വാഷർ സ്പോഞ്ചിൻ്റെ സെറ്റിന് നമുക്ക് പുറത്തുനിന്ന് ഒരെണ്ണത്തിന് 60 രൂപ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞു വരികയാണെങ്കിൽ 30 രൂപ അത് മാക്സിമം ഉണ്ടായിരിക്കും. പക്ഷെ ഞാനിത് വാങ്ങിയിട്ടുള്ളത് 107 രൂപയ്ക്ക് 12 പീസാണ്. ഏകദേശം 10 രൂപയുടെ ഉള്ളിലാണ് ഒരെണ്ണത്തിന് വരുന്നത്. ഇത് അത്യാവശ്യം കാലം നിൽക്കും ചെയ്യും കേട്ടോ. അടുത്തായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള, എനിക്കതിൻ്റെ ഷേപ്പും അതുമാത്രമല്ല അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി ക്രിസ്റ്റൽ ക്ലിയർനെസ്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഈ ഒരു ജ്യൂസ് ഗ്ലാസ്സാണ്. ഇതൊരു 6 പീസിൻ്റെ ക്രിസ്റ്റൽ റൗണ്ട് ഷേപ്പായിട്ടുള്ള പൊട്ടുന്ന ഗ്ലാസ്സാണ് കേട്ടോ. നമുക്ക് ജ്യൂസൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്റ്റാൻഡേർഡ് ലുക്കിംഗ് സാധനമാണ്. ഞാനിത് വാങ്ങിയിട്ടുള്ളത് 282 രൂപയ്ക്ക് 6 പീസായിട്ടാണ് കേട്ടോ. എൻ്റെ അടുത്ത പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൽ നിന്നാണ്. ഞാൻ ഒരുപാട് കാലമായി ഞങ്ങൾക്ക് ബാത്റൂമിൽ വെക്കാൻ ഒരു സ്റ്റോൺ തപ്പിയെടുക്കും. നമുക്ക് വാഷ് ചെയ്യാനും അതേപോലെ തന്നെ ഫുഡ് സ്ക്രബ്ബറായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോണാണ്. ഇത് 999 റുപ്പീസിനാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ കൂടെ സ്റ്റാൻഡും കൂടെ വരുന്നുണ്ട്. നല്ല മേൽഭാഗമൊക്കെ നന്നായിട്ട് ഈ ഒരണ്ടെന്ന് പറയില്ലേ, അതായത് ഭയങ്കര ഷാർപ്നെസ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളെ കാലം ഒന്നും മുറിയാകത്തൊന്നുമില്ല. പിന്നെ എനിക്കൊന്നും ഇത് പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികളൊക്കെ കിട്ടുന്നിടത്ത് ഒന്ന് മാറ്റി വെച്ചാൽ മതി. അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോണാണ്. അടുത്തായിട്ട് നമ്മളിപ്പോൾ കിച്ചണിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 4 പാക്കിൻ്റെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ സെറ്റാണ്. ഇത് ഞാൻ 290 രൂപയ്ക്ക് 4 പീസായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് മീഷോയിൽ നിന്ന്. ഇപ്പോൾ നമ്മളിപ്പോൾ കറിവേപ്പിലൊക്കെ കടയിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് തുടച്ചതിന് ശേഷം ഇതുപോലെ ഈ ഊരിയെടുക്കത്തില്ലേ, തണ്ടുന്ന ഇലകളെല്ലാം കൂടെ ഊരിയെടുത്തിട്ട് ഇതുപോലെ നമ്മൾ കേടുള്ളതൊക്കെ മാറ്റി സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളം നമുക്കിത് ഫ്രിഡ്ജിൽ കേട് വരാതെ ഉണങ്ങാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ആണ് ഞങ്ങൾ പൊതുവേ ചെയ്യാറുള്ളൊരു കാര്യം. അതിനൊക്കെ ഈ ഒരു കണ്ടെയ്നർ അത്യാവശ്യം യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് നമ്മളിപ്പോൾ വീട്ടിലെന്തെങ്കിലും പച്ചക്കറി കാര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു കണ്ടെയ്നറാണ്. ഈവൻ നമുക്ക് ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രീസറിലാണെങ്കിലും യാതൊരു കുഴപ്പം വരാത്ത അടിപൊളി കണ്ടെയ്നർ സെറ്റാണ്. ജസ്റ്റ് മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്, നമുക്കിപ്പോൾ വോളോ അല്ലെങ്കിൽ അതുപോലെ ജനലിൻ്റെ കമ്പികളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഇതൊരു ഹാൻഡ് ഗ്ലൗസ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ക്ലീനിങ് ഗ്ലൗസാണ്. ഇത് നമുക്ക് കാറും വാഷ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാനിത് ഇതുപോലെ ജനൽ കമ്പികളൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പീസ് വരുന്ന ഈ ഒരു ഡിസ്പോസിബിൾ ഡ്രെയിൻ കവറാണ്. നമ്മൾ ബാത്റൂമിലൊക്കെ പൊതുവേ ഉള്ളൊരു പ്രശ്നം, നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് മുടിയൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് നമുക്ക് അതിനൊക്കെ നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. 148 റുപ്പീസിന് 10 പീസാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫെദർ ഡസ്റ്ററായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോൾ മാറാലയൊക്കെ തട്ടത്തില്ലേ, ആ ഒരു സാധനം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൈക്രോ ഫൈബർ ക്ലോത്താണ് അതിൻ്റെ പഞ്ഞി പോലത്തെ ഇത് വരുന്നത്. ഇത് നന്നായിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിത് 148 റുപ്പീസിന് ഗ്രേ കളറാണ് ഓർഡർ ചെയ്തിട്ട്. പൊതുവേ കളർ ഓർഡർ ചെയ്ത് അതേ സാധനം വരാറില്ല. ഇത് പക്ഷേ ആ കളർ തന്നെ എനിക്ക് വരും ചെയ്തു. നമുക്ക് ഫാനിൻ്റെ അവിടെ ക്ലീൻ ചെയ്യാനും ബൾബിന് ചുറ്റും ക്ലീൻ ചെയ്യാനും അതേപോലെ നമുക്കിങ്ങനെ ചുറ്റിച്ചെടുക്കാം. നന്നായിട്ട് ക്ലീൻ ആക്കുന്ന രീതിയിലുള്ളതാണ്. അത് മാത്രമല്ല ഇത് വെയ്റ്റ്ലെസ്സും ആണ് കേട്ടോ. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ കാണാനും അത്യാവശ്യം സ്റ്റാൻഡേർഡ് തോന്നുന്ന ഒരു ടൈപ്പ്. അടുത്തത് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത്, നമ്മളിപ്പോൾ പൈപ്പിലൊക്കെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫിൽറ്ററാണ് കേട്ടോ. ഇതൊരു 75 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു ഇതിലും വില കുറവിലാണ് നമ്മളെ നാട്ടിൽ കിട്ടുന്നത്. എനിക്കറിയത്തില്ല, എനിക്കൊരു തോന്നലാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് മീഷോയിൽ നിന്ന് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ കൂടെ തന്നെ ഇത് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങളും അവൈലബിൾ ആണ് കേട്ടോ. അടുത്തായിട്ട് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള, ഒരുപാട് ഇഷ്ടമുള്ള, ഞാൻ ഒരു മാസത്തിലധികമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ചോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് 116 റുപ്പീസിനാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ml ആണ് കേട്ടോ. അത്യാവശ്യം നല്ലതാണ്. നമുക്ക് എന്താ പറയുക, കറണ്ടിനൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതേപോലെ ഇങ്ങനെ വലിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു, എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത്, ബീട്രൂട്ട് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്, എനിക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം കട്ട് ചെയ്ത പീസസ് പോലെ കിട്ടുന്നതാണ്. അത് കാരണം ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് കട്ട് ചെയ്യലായിരുന്നു. പക്ഷേ ഇത് വന്നതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ചോപ്പർ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതെനിക്ക് ഈ ഒരു പ്രൈസിന് നല്ല വേർത്തായിട്ട് തോന്നിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ബീട്രൂട്ട് ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണാം, നല്ല ഫൈനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊടിയല്ല, വേണമെങ്കിൽ ഇനി അതുപോലെ നമുക്ക് നുറുക്കുകയും ചെയ്യാം. പക്ഷെ നമുക്ക് നല്ല ആപ്റ്റായിട്ടുള്ള രീതിയിൽ ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ഫ്ലോപ്പാണെന്ന്. പക്ഷേ ഇതിൻ്റെ യൂസ് ഇങ്ങനെ ചെയ്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇഷ്ടമാവുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഇത് കടയിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൽ നിന്നാണ്. ഞാൻ ട്രാവലിങ്ങിൻ്റെ സമയത്ത് ഓർഡർ ചെയ്താണെങ്കിലും അത് ട്രാവലിംഗ് കഴിഞ്ഞതിന് ശേഷം വന്നൊരു സാധനമാണ്. നമ്മൾ ഇന്നേഴ്സും അണ്ടർ ഗാർമെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന, ഈവൻ മേക്കപ്പ് സാധനങ്ങൾ പോലും ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതൊരു 241 രൂപയ്ക്കാണ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല സാധനം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരാൾക്ക് മാത്രമേ ഇപ്പോൾ ബ്രാസ് ആണെങ്കിലും ഇന്നേഴ്സ് ആണെങ്കിലൊക്കെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഒരുപാട് വലിയ ബാഗൊന്നുമല്ല, പക്ഷേ ഒരാളത് നന്നായിട്ട് പോകുന്ന രീതിയിൽ നന്നായിട്ട് എക്സ്പാൻഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ആൻഡ് ബി അവർ ഫാമിലി. സോ അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. ബൈ.